ഗായ്സ് നമ്മളത് രാവിലെ എണീറ്റിട്ടുണ്ട്. ഒരു 6:15. അപ്പം ഡേ 2 ഓഫ് ജ്യോതിർലിംഗ യാത്രയാണിത്. ഇന്ന് നമുക്കിനി പോകാനുള്ളത് ഇവിടുന്ന് നമ്മളിപ്പോൾ ഡോർനെല്ലയിലാണ്. ഇനി ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് ശ്രീശൈലത്തോട്ട്. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഫോറസ്റ്റ് വഴി ആയതുകൊണ്ട് രാത്രി വിടൂലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് അല്ലേ. ഇനിയിപ്പോൾ 50 കിലോമീറ്റർ ഇവിടെ നിന്ന് പോകണം. ഘാട്ട് റോഡാണ്. ഒരു 1.5 മണിക്കൂർ പറയുന്നുണ്ട്. നോക്കാം. ഗായ്സ് ദാ ചെക്ക് പോസ്റ്റ് ഈ വഴിയാണ് നമുക്ക് മല്ലികാർജുന സാഗർ അല്ല നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. ഇവിടെയാണ് നമുക്ക് 6 മണിക്ക് അല്ലെ രാവിലെ 6 മണി മുതൽ രാത്രി ഒരു 9 മണി വരെ ഈ വഴി കൂടി നമുക്ക് പോകാൻ പറ്റുള്ളൂ. നാഗാർജുന. അപ്പൊ നാഗാർജുന സാഗർ എന്ന് പറയുന്ന ടൈഗർ റിസർവിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇതിലോട്ട് കയറാനായിട്ട് നമുക്ക് 70 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. പിന്നെ ഫാസ്റ്റാഗ് ഉള്ളവർക്ക് ഫാസ്റ്റാഗ് അടിച്ചു പോകും. ഞങ്ങൾ പൈസ കൊടുക്കാൻ പോയപ്പോൾ ഫാസ്റ്റാഗ് ഓൾറെഡി വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ ആദ്യം പറഞ്ഞനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു ഗ്യാസ് കുറ്റി ചെറുതുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചെക്കിംഗ് ഒന്നും ഇല്ലാന്ന് ഒരു ഹോട്ടലുകാർ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ബെറ്റർ നല്ലത് എപ്പോഴും ഗ്യാസ് എടുക്കാതിരിക്കുന്നതാണ്. കാരണം ഇത് ഫോറസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ കുക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. ഇവിടെ ഫുഡുകൾ അലൗഡാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും നമ്മുടെ ഒരു സഹയാത്രികൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ പുള്ളിയെടുത്താണ് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. അത് ആരാണെന്നുള്ളത് ബിഗ്ഗു പറയും. ബിഗ്ഗുവിൻ്റെ കൂട്ടുകാരനാണത്. ബിഗ്ഗു ഇടക്കിടക്ക് പുള്ളിയെടുത്ത് ചോദിക്കും ഓരോ കാര്യങ്ങൾ. ബ്ലോക്കൊക്കെ വരുമ്പോൾ നമ്മ ചോദിക്കുന്ന ആളാണ് ജെമിനി. അതിലിരുന്ന് ചോദിക്കും. ജെമിനി പറഞ്ഞുതരും ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ജെമിനിയുടെ ഗുണങ്ങൾ അങ്ങനെയൊക്കെയാണ്. ജെമിനി വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ ഫുൾ ടൈം നമ്മുടെ കൂട്ടത്തിൽ പിന്നെ എപ്പോഴും റേഞ്ച് ഉണ്ടാകണം. അത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇവിടെ നല്ലൊരു ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട് പല്ലക്കി. എന്താ വീഡിയോ ഇപ്പോഴും അപ്ലോഡ് ആയിട്ടില്ല. കാരണം നമുക്ക് റേഞ്ച് ഇവിടെ ഭയങ്കര കുറവാണ്. ഗൈസ് ഇത് കണ്ട നല്ല മണ്ണാണ് ഇവിടത്തെ. സൂപ്പർ മണ്ണാണ്. പപ്പടം കഴിക്കാൻ എന്ത് രസാ. ഇന്നലെ നമ്മ വന്ന വഴിക്ക് അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ റോട്ടില് കൊറേ മുളക് ഉണക്കാനിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു പാടത്തില് വെറുതെ നല്ല റെഡ് സോയിൽ കണ്ടപ്പോ തന്നെ അമ്മ പറയണത് മുളകല്ലായിരുന്നു ഗൈസ്. നല്ല ചുവപ്പ് മണ്ണാണ്. ഇന്നലെ വന്ന വഴി ഫുള്ള് നമ്മ ഗ്രാമീണ വഴികളായിരുന്നു. കുറെ ഏകദേശം ഒരു ഇപ്പൊ കാട് വഴി നല്ല ഗ്രാമങ്ങളുടെ ഇടയ്ക്ക് കൂടി. ഇന്നലെ എന്തോ ഹനുമാന്റെ എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു ഇവിടെ. ഫുള്ള് കൊറേ ഹനുമാന്റെ അമ്പലങ്ങളും കൊറേ പരിപാടികളും ഉത്സവം പോലത്തെ പരിപാടികളും കമന്റ് ചെയ്യണം കേട്ടോ. അതെ ഇവിടെ ദർശനത്തിന് ഏകദേശം ഒരു 2 മണിക്കൂർ മുതൽ 4 മണിക്കൂറിനുള്ളിൽ കിട്ടും എന്നാണ് പറയണത്. പിന്നെ മറ്റേ കാശ് കൊടുത്തിട്ടും കയറാമെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് നോക്കണം. കാരണം ഞങ്ങൾക്ക് ഇന്ന് 12 മണിക്ക് മുമ്പ് സിംഹാചലം പോകണം ഇവിടെ നിന്ന്. കാരണം ഇന്ന് രാത്രി സിംഹാചലം എത്തുള്ളൂ. 11:45 മണിക്കൂർ യാത്ര ഉണ്ട്. കുറെ നേരം നമ്മുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ശ്രീശൈലത്തോട്ടുള്ള റോട്ടിലോട്ട് കയറിയിരിക്കുന്നു. എന്തോ 4.5 കിലോമീറ്റർ എന്തോ ഉണ്ട് ഇവിടുന്ന്. അത് മാത്രമല്ല കൊറേ ബസ്സുകൾ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് അല്ലേ. ഇഷ്ടംമാതിരി ബസ് നമ്മൾ ഓവർടേക്ക് ചെയ്തിപ്പോ തന്നെ 6 മണിക്ക് തുടങ്ങിയാണ്. ഇവിടെ ഭയങ്കര ഐതിഹ്യമുള്ളൊരു അമ്പലമാണ് അല്ലേ. ആ കഥ ഏതായാലും വത്സലകോമ ഏതായാലും പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. നടക്കാന്നോ ഇത് പാർക്കിങ്ങിലോട്ടാണോ നമ്മൾ അപ്പൊ നമ്മൾ ശ്രീശൈലത്ത് എത്തിയിട്ടുണ്ട്. ഒരു തിരുപ്പതിന്റെ പോലത്തെ ഒരു ഏകദേശം ചെറുതായിട്ട് മലമുകളെന്ന് പറയാനില്ല കേട്ടോ. ശരിക്കും ഫോറസ്റ്റ് കടന്ന് നമ്മൾ ഇവിടെ വന്നതാണ്. അതെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിന്റെ കഥ നമുക്ക് ആര് പറഞ്ഞുതരും? നമ്മുടെ വത്സലകോമ പറഞ്ഞുതരും. എന്താണ് പറയൂ? അത് ശിവനും പാർവതിയും കൂടി ഇരിക്കുമായിരുന്നു. ആ സമയത്ത് നാരദൻ ഒരു മാങ്ങ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഗണപതിയും മുരുകനും രണ്ടുപേരും ചോദിക്കും മാങ്ങ. അപ്പോൾ ശിവൻ പറയും
ലോകം ചുറ്റി വന്ന ആൾക്കാണ് ഈ മാങ്ങ. ആദ്യം ലോകം ചുറ്റി വരാൻ പറയും. അപ്പോൾ മുരുകൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മയിലിൻ്റെ പുറത്ത് കയറി, വാഹനമായ മയിലിൻ്റെ പുറത്ത് കയറി ലോകം ചുറ്റാൻ പോകും. അപ്പോൾ ഗണപതി എന്ത് ചെയ്യും? ഗണപതി ശിവനെയും പാർവതിയും അമ്മയും അച്ഛനെയും ലോകമായിട്ട് അംഗീകരിച്ച് 7 പ്രാവശ്യം വലം വെച്ച് വരും. അപ്പോൾ ശിവൻ മാങ്ങ എടുത്ത് ഗണപതിക്ക് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ മുരുകൻ ലോകം ചുറ്റി വരുമ്പോൾ മാങ്ങ ചോദിക്കും. അപ്പോൾ ഗണപതിക്കല്ല കൊടുത്തേക്കണേ, മുരുകന് ദേഷ്യം വരും. മുരുകൻ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു പോകും. അങ്ങനെ പോയിരിക്കുന്ന മലയാണ് പഴനിമല. അതെ, അതാണ് ഐതിഹ്യം. അതെ. പിന്നെ ശ്രീശൈലത്ത് ഉള്ളത് ജ്യോതിർലിംഗം. 12 ജ്യോതിർലിംഗത്തിൽ ആദ്യത്തെ ജ്യോതിർലിംഗമാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. അതെ. ഇവിടുത്തെ പ്രത്യേകം ഒരു ശക്തിപീഠവും കൂടിയുണ്ട്. മല്ലികാർജുനായിട്ട് ഇരിക്കുന്ന ശിവനും പിന്നെ ശക്തിപീഠവും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നവരാത്രികളിലും ശിവരാത്രിക്കുമാണ് ഇവിടെ ഉത്സവമുള്ളത്. പിന്നെ ഇവിടെ ഡാമുണ്ട്. കൃഷ്ണ നദിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാമുണ്ട് ഇവിടെ. പിന്നെ എന്തായിരുന്നു ഗംഗ, എന്ത് ഗംഗയായിരുന്നു? പാതാള ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ പാപങ്ങളാണ് പറയണത്. നമ്മളായാലും കുളിക്കാൻ പോണില്ല. അതെ. അപ്പൊ നമുക്കിപ്പൊ ഫുഡ് കഴിക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഹിറ്റും പിന്നെ ഇന്നലത്തെ ചേനച്ചാറ് പിന്നെ ചമ്മന്തി, അതാണ് ഇന്ന് കഴിക്കാനുള്ളത്. ശ്രീശൈലത്ത് എത്തി നമ്മ ഇനി കഴിച്ചിട്ട് നമുക്ക് ദർശനത്തിന് പോകാം. അപ്പൊ നമ്മൾ അമ്പലത്തിലോട്ട് പോണ വഴിയിലാണ്. അതെ, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് ദൂരം, ഒരു 1/2 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് തോന്നണം. ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വൃത്തി ഉള്ള. പിന്നെ നമ്മൾ ബാത്റൂം പോയി. ഇവിടെ 5 രൂപയാണ്, പക്ഷേ ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ. അതവർ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ബാത്റൂമൊക്കെ കൊള്ളാം. പിന്നെ വഴിയാണെങ്കിൽ ഒരു ചിത്രപ്പണിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പൊതുവെ ഇങ്ങോട്ടേക്ക് വണ്ടിയും വരില്ല, നമ്മൾ അവിടെ പാർക്ക് ചെയ്യണം അല്ലേ? വണ്ടി പാർക്ക് ചെയ്യണം. ചിത്രപ്പണികളൊക്കെ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ. ഇപ്പം വെയിലുള്ളപ്പോൾ മാത്രമാണ് ചൂടുള്ളത്, അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട് ഇവിടെ. അതെ, തണലത്ത് നമ്മൾ ഈ ഇതുള്ള സ്ഥലത്ത് നിന്ന് തണലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അതെ, അമ്പലത്തിൻ്റെ എത്തിയിട്ടാണ്. അപ്പോൾ നോക്കിയാൽ നല്ല തിരക്കുണ്ട് അല്ലേ? ദീപ ഇന്നലെ പറയണ്ടായിരുന്നു തിരക്കില്ല. ഭയങ്കര വഴിയിൽ ഒരു വണ്ടി പോലും കണ്ടില്ല. അപ്പൊ ആരും ഉണ്ടാകത്തില്ലെന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പോ കുറെ വണ്ടികളും എന്തോരം ബസ്സുകളാണ്. ഏകദേശം അമ്പലത്തിന്റെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ജ്യോതിർലിംഗങ്ങളിൽ ആദ്യമായിട്ട് പോണ ഒരു അമ്പലം ഇതാണിപ്പോൾ. പിന്നെ ഇനി ഓംകാരേശ്വരം, ബാക്കി എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. ഗൈസ്, ഇനി ക്ലോക്ക് റൂമിൽ വെക്കണം. അകത്തോട്ട് ടെമ്പിളിന്റെ അകത്തോട്ട് വീഡിയോ അലൗഡ് അല്ല. അതെ അതെ, നമുക്ക് ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഒരു 1.5 മണിക്കൂർ പറയുന്നുണ്ട്. അപ്പൊ കേറി വന്നതിനിട്ട് കാണാം. നമ്മള് ദർശനം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി അല്ലേ? അടിപൊളി ദർശനം അല്ലാതെ. ഏകദേശം ഒരു 8 മണിക്ക് കയറിയ ആൾക്കാര് 8 മണിക്കാ 8:30 കയറി. ഇപ്പൊ 9:45 മുമ്പ് നമ്മൾ പുറത്തിറങ്ങി. 8:30 കയറി നമ്മൾ അവിടെ റൂമിൽ കിടന്ന് കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ട് നേരെ കയറി. അതാണ് ഏറ്റവും ഭാഗ്യം. നേരെ പോയത് ഏറ്റവും മുമ്പിലത്തെ ദർശനമാണ് നമുക്ക് കിട്ടിയത്. മുകളിലൊന്നല്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പാർവതി ദേവിയുടെ അവിടെയും പോയിട്ട് തൊഴുതിട്ട് നമ്മൾ ഇപ്പൊ തിരിച്ചു പോകാൻ നിൽക്കുന്നതാണ്. പ്രതീക്ഷയേക്കാൾ നേരത്താണ് നമ്മ ഇപ്പൊ പോണത്. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി കാണാം. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇവിടെ നിന്ന് സിംഹാചലമാണ്. നമ്മൾ പ്ലാൻ അനുസരിച്ച് സിംഹാചലം ഇവിടെ നിന്ന് 12 മണിക്ക് വണ്ടി എടുക്കാവുന്നതായിരുന്നു. 12 മണിക്ക് എടുക്കാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഇത്തിരി നേരത്തെ ഇറക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കണം. കാരണം സിംഹാചലം ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഒരു 12 മണിക്കൂറിനടുത്ത് ഉണ്ട്. ഇവിടെ നിന്ന് 10 മണിക്ക് വിട്ടാൽ രാത്രി 10 മണിയോടെ നമുക്ക് സിംഹാചലം എത്താം. നാളെയാണ് സിംഹാചലം ദർശനം. പോണ വഴി കാണാം. നമ്മളിപ്പോൾ 1020 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 1000 കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സിംഹാചലം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ഏകദേശം 623 കിലോമീറ്റർ അല്ലേ? 10 മണിക്കൊക്കെ എത്തേണ്ടതാണ്. 10 മണിക്ക് മുമ്പ് എത്തേണ്ടതാണ്. അതിനൊന്ന് ഉച്ചക്ക് ഊണ് കഴിക്കണം, ചായ കുടിക്കണം. ഓക്കെ, നമുക്ക് വിടാം. ഘാട്ട് റോഡ് തന്നെയാണ്, കുറേ ദൂരം ഘാട്ട് റോഡ് തന്നെയാണ്. നമ്മൾ വന്ന വഴി തന്നെ കുറച്ച് തിരിച്ച് പോയിട്ട് വേണം അവിടെ നിന്ന് നമുക്ക് മാറിപ്പോവാൻ. നമ്മുടെ ആന്ധ്രാപ്രദേശ്
97 മറ്റേ ഇന്നലെ അടിച്ചപ്പോൾ 98 കാണിച്ചിരുന്നു. ഇപ്പം നമ്മൾ സിംഹാചൽ പോണ വഴിയാണ്. കുടപ്പക്കൊണ്ടയാണ് അല്ലേ, അവിടെ ഒരു കാണാനുള്ള സംഭവമുണ്ട്, ഒരു അമ്പലം എന്തോ ഉണ്ട്. ശിവനാണ് കുടപ്പക്കൊണ്ട. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി 4300 രൂപ അടിച്ചു. 4500 രൂപയ്ക്ക് ആകാതെ ഇവിടെ നമുക്ക് പൈസ കൂടുതലായിട്ട് പൈസ മേടിക്കണം, ഫുള്ളടിക്കണം. അപ്പോൾ ഗൈസ് നമ്മളിത് ഉച്ചയപ്പോൾ ഭയങ്കര ചൂടാണ് പുറത്ത്. നമ്മളെന്നെ എന്താണ് നമുക്ക് പപ്പടോടോ ചേമ്പിലേപ്പം എന്ന് പറയും, നമ്മുടെ ചേമ്പിലപ്പവും പിന്നെ കൂട്ട് ഇഞ്ചിക്കറി, അതും ഷേണൈസ് പിക്കിൾസ്. നമ്മുടെ ചേന്നമംഗലത്തുള്ള ഗീത ചേച്ചി നടത്തുന്നതാണ്. അടിപൊളി പുളിയിഞ്ചി മാത്രമല്ല, കുറേ അച്ചാറും എല്ലാം അച്ചാറുകളുണ്ട്, കൊണ്ടാട്ടമുണ്ട്, പലതും ഉണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇന്ന് കഴിക്കുന്നുണ്ട്. എൻ്റെ ഏകദേശം തീരാറായി, ഏതായാലും കഴിച്ചിട്ട് വരാം. അതാ നമ്മൾ ഇപ്പം എവിടെ എത്തി? ഏകദേശം നമ്മൾ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് വിജയവാഡ പോകുന്ന വഴിയാണ്. വിജയവാഡ എത്താറാകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ പോണ വഴിക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സാധനം വേണ്ട, ഒരു വലിയൊരു ഹനുമാൻ സ്വാമിയാണ്. അതുകൊണ്ടാണ് ഞാനും വീഡിയോ എടുക്കാൻ നിന്നത്. കുറേ പ്രാവശ്യം ഇങ്ങനത്തെ കുറേ ഹനുമാൻ, കുറേ നമ്മൾ വന്ന വഴിക്ക് കുറേ കാണും. നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പമുള്ളത്. നല്ല വലിപ്പമുള്ളതാണ്, നല്ല വലിപ്പമുള്ള ഹനുമാനാണ്. നമ്മള് രാത്രി ഏകദേശം ഇങ്ങനത്തെ തന്നെ പൊക്കവും എല്ലാം അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു, ഇന്നലെ എത്ര ഹനുമാന്റെ അമ്പലമാണെന്ന് അറിയാമോ? വരുന്ന വഴിക്ക് കംപ്ലീറ്റ് അവിടെയൊക്കെ പരിപാടികൾ. എന്തോ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകാൻ ഇത്തിരി പ്രശ്നമുണ്ട് ഇപ്പോഴും. ഞങ്ങളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നെറ്റിന് ഭയങ്കര ഇഷ്യൂ ഉണ്ട്. ഒരു 5 മണി അല്ലേ, അതാണ് 5 മണി, എല്ലാ ദിവസവും 5 മണിക്ക് വൈകുന്നേരങ്ങളിൽ ഇടണമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. രാവിലെ ഇടാൻ പറ്റൂല, കാരണം എഡിറ്റ് ചെയ്ത് ബിഗുവൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ ലേറ്റാവും. എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം, ഞങ്ങളെ പിന്തുടരണം കേട്ടോ. ഇനി രാജമുന്ദ്രി എന്ന് പറഞ്ഞ സ്ഥലം വഴിയാണ് നമ്മൾ പോണത്. അത് വലിയ നദിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാം. അതിൻ്റെ ബാക്ക് ഇത് പുരി പോലത്തെ ഒരു അമ്പലം പോലെയാണെന്നാണ് അപ്പ പറഞ്ഞത്. പുരി വലിയ വലിപ്പമുള്ള ക്ഷേത്രമാണ്. അതേതായാലും പോകുമ്പോ കാണാം. ഇതിന്റെ ഒരു ചെറിയ രൂപം പോലെ അപ്പൊ ഏതായാലും നമ്മുടെ വീഡിയോ ഇതായിട്ടുണ്ട്. 5 മണിക്ക് ഏതായാലും വരുന്നതാണ്. ഇതിപ്പോ നാളെ കാണാൻ പറ്റുള്ളൂ ഈ വീഡിയോ. ബൈ. അതെ, നമ്മളിപ്പോ കൃഷ്ണ നദിയുടെ മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കൃഷ്ണ നദി. അവിടെ എന്തോ ഇതുകൊണ്ട് തോന്നല്ലേ? അല്ല, അത് മറ്റേതല്ലേ, ഇത് ന്യൂക്ലിയർ അല്ലേ? അങ്ങനത്തെ പുക വന്നത് ന്യൂക്ലിയറിലാണ് സാധാരണ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. ചെറിയൊരു ദ്വീപുണ്ട് അവിടെ. ഇവിടെ ബാക്കില് നടക്കുന്നത് മാങ്ങ. ഇവിടെ നിന്ന് തന്നെ മേടിച്ചൊരു മാങ്ങ. വലിയ മധുരമില്ല, എന്നാലും കുഴപ്പമില്ല. എന്താണ് പറയാമെന്ന്? അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ തീർത്ഥം എടുക്കാൻ പോയപ്പോ ആദ്യം പോയ തീർത്ഥം എടുത്ത കളക്ഷൻ കൃഷ്ണാനദിയുടെയാണ്. കൃഷ്ണാനദിയുടെ തീർത്ഥം എടുത്താണ് ഞങ്ങള് തീർത്ഥയാത്ര ഒരു സെപ്റ്റംബറിൽ പോയത്. ഞാൻ മാങ്ങ കഴിച്ചതിന്റെ ഒരു എഫക്റ്റിലാണ്. അതാണ്. അപ്പൊ നമ്മള് കൃഷ്ണ നദിക്ക് ശേഷം ഗോദാവരി നദി, നദികളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഗോദാവരി നദി. നമുക്കറിയാം അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഗോദാവരി നദി, കൃഷ്ണ നദി, ഗംഗാ നദി. ഇതൊക്കെ നമ്മൾ കവർ ചെയ്യും. അതാണ് ഒരു വലിയൊരു നേട്ടമാണിത്. പിന്നെ നമ്മ നേരത്തെ നോക്കിയപ്പോ നമ്മ എത്രയായിരുന്നു?
14 സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്യും. അപ്പുറത്തൊരു പാലവും കാണുന്നുണ്ട് കേട്ടോ. അത് റെയിൽവേ പാലമാണത്. ആ ട്രെയിൻ പോകുന്ന വഴിയാണ് ഗോദാവരി ട്രെയിൻ. ഈ വഴി കൂടി പോകുന്ന വിവേക് എക്സ്പ്രസ് ആണ്. എന്ന് പറഞ്ഞാൽ ബംഗാളിലേക്ക് പോണ വിവേക് എക്സ്പ്രസ്. എനിക്ക് പോണ ഒന്നോ രണ്ടോ ട്രെയിനേ ഉള്ളൂ ഈ വഴി നമ്മുടെ അവിടെ നിന്നുള്ളത്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഫില്ലാകുന്ന ഒരു ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. തിരക്കെന്ന് പറഞ്ഞാൽ അപാര തിരക്കുമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ബംഗാളിലേക്ക് പോകാനുള്ള, ആസാമിലേക്ക്, നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനുള്ള മെയിൻ ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വഴിയാണ് അത് പോകുന്നത്. പിന്നെ അതിൻ്റെ അവിടുത്തെ മണ്ണുണ്ട്, ഒരു കടല് ചരല് പോലത്തെ മണ്ണാണത്. ഇപ്പൊ ഏകദേശം എത്ര മണിയായി? 5:21 ഇനി നമുക്കൊരു ഇപ്പൊ രാജമുന്ദ്രി എന്ന് പറയും. രാജമുന്ദ്രി എത്താറായി നമ്മള്. രാജമുന്ദ്രിയുടെ മുമ്പുള്ള പാലമാണിത്. അത് ഈ പാലം നീളത്തിൽ കിടക്കാണ് കണ്ടത്. ഇപ്പോഴൊന്നും എത്തൂല ഇത്. ഏകദേശം ഞാൻ വിചാരിച്ചു ഇതാണ് കരാന്ന്. ഇല്ലില്ല, ഇനിയും കിടക്കാണ് ഇങ്ങനെ. ഈ ഗോദാവരി ഏകദേശം ഒരു 4 കിലോമീറ്ററിലധികം ഉണ്ട് ഈ പാലം. വലിയ പാലമാണിത്. അപ്പുറം ഇപ്പുറമായിട്ട് 4 വേ ആണിത്. നല്ല അടിപൊളി പാലമാണ്. നമ്മ ഏകദേശം എത്തണം. ഇപ്പൊ സമയം കാണിച്ചിരിക്കണത് 9:30. 9:30 എത്തുന്ന. ഞാൻ ഈ വഴി ഇപ്പൊ വണ്ടി ഓടിച്ച് 2ാമത്തെ തവണയാണ്. ഈ വഴി യാത്ര ട്രെയിൻ വഴി 2-3 തവണ പോയിട്ടുണ്ട്. റോഡ് മാർഗ് ഇപ്പൊ 3ാമത്തെ വഴിയാണ്. 3ാമത്തെ തവണയാണ് ഈ വഴി. ഇന്നൊരു ഭാഗ്യം കിട്ടിയത്. കണ്ട, ഇപ്പോഴും എത്തിയിട്ടില്ല നമ്മള്. ഇനിയും കുറേ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇനിയും കാണാൻ ഗോദാവരിയുടെ ഭാഗം. അതെ, ഇവിടെയൊക്കെ ഫുള്ള് മണ്ണാണ് കൂടുതലും. ഒരു ഭാരതപ്പുഴയെ പോലെ. അതെ. ഗായ്സ്, ഇവിടെ നോക്കുമ്പോ ഒരു വിവേകാനന്ദനാണ് നിൽക്കുന്നത്. ഒരു മലയാണെന്ന് തോന്നുന്നുണ്ട്. മലയുടെ മുകളിലാണത്. മലയുടെ മുകളിൽ ഇവിടെ എല്ലാം ഭയങ്കര വലുതാക്കിയാണ് ചെയ്യണത്. അതിലിപ്പോ നമ്മളെടുക്കാത്ത തന്നെ എത്രയോ ഹനുമാന്റെ ഇഷ്ടംമാതിരി പ്രതിമകളാണ്. ഞങ്ങൾ അതിനിടക്കാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ന്യൂസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അറിയിക്കും പറയണ്ട്. ഇപ്പൊ സമയം എത്ര മണി? 6:25 ഇപ്പോഴും രാഹുൽ ഗാന്ധി പുറത്തിറങ്ങണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഒന്നും ആയിട്ടില്ല, നോക്കാം. അങ്ങനെ നമുക്ക് 1500 കിലോമീറ്റർ ആയിരിക്കുന്നു. ഇനിയൊരു 148 കിലോമീറ്ററോളം നമ്മളിനി പോയാലാണ് സിംഹാചലം എത്തുള്ളൂ. ഇപ്പോൾ 6:30 മിക്കവാറും ഒരു 9:30 നമ്മൾ സിംഹാചലം എത്തും. അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണം കഴിച്ചിട്ട്, ചപ്പാത്തിയാണ് ഇന്ന്, കഴിച്ചിട്ട് കിടക്കണം. നാളെ രാവിലെ സിംഹാചലം ക്ഷേത്രത്തിൽ ദർശനം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യണത്. അതെ, സിംഹാചലത്തിൽ നിന്ന് പുരിയിലോട്ട് നമുക്ക് പുരിയിലോട്ട് നാളെ രാവിലെ 8 മണിക്ക് തന്നെ ഇറങ്ങണം. കാരണം ആ ഒരു 8 മണിക്കൂറുണ്ട്. അപ്പൊ തന്നെ പുരി നമുക്ക് ജഗന്നാഥപുരിയിലൊക്കെ തൊഴാനുണ്ട്. പിന്നെ അവിടെ ബീച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകണമെന്നുണ്ട്. നോക്കാം, അവിടെ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥ അനുസരിച്ച് നമുക്ക് പോകണം. അതെ, ഏകദേശം ഇരുട്ടായി നല്ലോണം. ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. കാണുന്നതാണ് സിംഹാചലം ക്ഷേത്രത്തിൻ്റെ. അങ്ങോട്ടേക്ക് നമ്മൾ പോകണം. ഇതിനു മുമ്പും വന്നതാണ്, വീട് ഇട്ടാണ്, അതേ സ്ഥലത്തൊക്കെ താമസം. പിന്നെ ഇവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. നമ്മുടെ റൂം ഇതാണ്. അത്യാവശ്യം സൗകര്യമുണ്ട്, അത്യാവശ്യം AC ഉണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി ഞെക്കി പൊട്ടിക്കുക.